ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിച്ചസ് ലിറ്റിൽ വേൾഡ്. അപ്പം നമ്മളിന്ന് പോകുന്നത് അഴിമുഖത്തേക്കാണ്. പടിഞ്ഞാറേക്കര അഴിമുഖത്തേക്കാണ് നമ്മൾ പോകുന്നത്. എപ്പോഴും പോകുന്ന പോലെ തന്നെ ഞാനും അച്ഛനും റിച്ചും കൂടിയാണ് ഇപ്രാവശ്യവും പോകുന്നത്. ഈ കാണുന്നത് പുഴയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ബീച്ചായിട്ട് വരുന്നത്. പുഴയോരത്ത് കുറേ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിരിക്കും, നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മളിപ്പോൾ പടിഞ്ഞാറേക്കര അഴിമുഖത്ത് എത്തിയിരിക്കുകയാണ്. എൻട്രി പാസ്സൊക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്, പടിഞ്ഞാറേക്കര ലൈറ്റ് ഷോ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പതിവിലും വിപരീതമായി ടിക്കറ്റ് പാസിന് റേറ്റ് കൂടുതലാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. പൊതുവേ സൺഡേസിലാണ് ഇവിടെ തിരക്ക് അനുഭവപ്പെടാറുള്ളത്. ഇപ്രാവശ്യം ലൈറ്റ് ഷോ ഉള്ളത് കൊണ്ട് തന്നെ എന്നും ആളുകളുണ്ടെന്ന് തോന്നുന്നു. പതിവിലും വിപരീതമായി നല്ല ആളുകളുള്ളത് കൊണ്ട് തന്നെ പാർക്ക് ചെയ്യാൻ ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിർത്തണം എന്നുള്ളൊരു നിശ്ചയമില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വണ്ടി കുറേ മുന്നിലോട്ട് വന്നു. മണലേരിയ കണ്ടപ്പോൾ അവിടെ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഫ്രണ്ടിൽ സ്പേസ് ഇല്ലാത്ത കാരണം തന്നെ കുറേ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടിരുന്നു. കാറുകളും ബൈക്കുകളും എല്ലാം തന്നെ ഇവിടെ പാർക്ക് ചെയ്തതായിട്ട് കണ്ടു. നമ്മൾ വരുമ്പോൾ തന്നെ മരങ്ങളിലെല്ലാം ബൾബുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാമായിരുന്നു. ലൈറ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തായിരുന്നു അവയെല്ലാം. കയറി വരുമ്പോൾ തന്നെ ഒരു ബോട്ട് അവിടെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. ലാസ്റ്റ് ബോട്ടാണ് കയറിക്കോൾ എന്ന് പറഞ്ഞവർ ഞങ്ങളെ വിളിച്ചു. അതുകൊണ്ട് തന്നെ ബൈക്ക് പാർക്ക് ചെയ്ത് ഞങ്ങൾ ബോട്ടിങ്ങിനായിട്ട് പോവുകയാണ്. ലാസ്റ്റ് ബോട്ടായതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും അതിലുണ്ടായിരുന്നില്ല, കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. താഴെ ഇരിക്കുകയാണെങ്കിൽ ഒരാൾക്ക് 100 രൂപ വെച്ചും മേലെ ഇരിക്കുകയാണെങ്കിൽ ഒരാൾക്ക് 150 രൂപ വെച്ചും വേണമെന്ന് അയാൾ പറഞ്ഞു. കുട്ടികൾക്ക് ക്യാഷ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ 300 രൂപ കൊടുത്ത് ഞാനും അച്ഛനും ബോട്ടിലേക്ക് കയറി. ഞങ്ങൾ ബോട്ടിനകത്തേക്ക് കയറി മേലേക്ക് കയറി പോവുകയാണ്. ലാസ്റ്റ് ബോട്ടായതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ബോട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ബോട്ട് നീങ്ങി തുടങ്ങി. അങ്ങനെ നമ്മൾ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് ബോട്ടിലൂടെ റൈഡ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ കർമ്മ റോഡിലെ എക്സ്പോ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കർമ്മ റോഡിൽ കണ്ട എക്സ്പോ. നമ്മൾ പകുതിയോടെ അടുത്തപ്പോൾ തന്നെ സന്ധ്യയായി തുടങ്ങിയിരുന്നു. അന്നൂര് മാമ എല്ലാരും കൂടി പോയപ്പല്ലേ എന്താ ഒരു അമ്പലത്തില് അത് ഗവൺമെന്റ് നല്ലോണം ബോട്ട് തിരിച്ചു വരുമ്പോൾ ഇരുട്ടായി തുടങ്ങിയിരുന്നു. കുറേ ബോട്ടുകളെല്ലാം അവിടെ നിർത്തിയിട്ടിരിക്കുന്നതായിട്ട് കണ്ടു.
തിരിച്ച് കരയിലെത്തുമ്പോഴേക്കും ഇരുട്ടായത് കൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് ഷോ നല്ല രീതിയിൽ കാണാൻ കഴിഞ്ഞു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇവിടെ നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയിൽ കാണാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ബോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ലൈറ്റ് ഷോ ഒക്കെ കാണാൻ കഴിഞ്ഞു. നമ്മൾ പാർക്ക് ചെയ്തിരുന്ന ഒരു ഏരിയ ആണിത്. ഇപ്പോൾ അവിടുത്തെ ഒരു ആംബിയൻസ് ഇങ്ങനെയാണ് വരുന്നത്. അഴിമുഖം മൊത്തം ലൈറ്റ് ഷോ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. വളരെ മനോഹരമായി തന്നെ ലൈറ്റ്സ് എല്ലാം അലങ്കരിച്ചിരുന്നു. കയറി വരുമ്പോൾ തന്നെ നമ്മൾ ലൈറ്റ്സ് എല്ലാം കണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു ഏരിയയിലേക്ക് കയറുമ്പോൾ ഒരുപാട് ലൈറ്റ്സ് നമ്മൾ കാണുന്നുണ്ട്. ലൈറ്റ് ഷോ ആയതുകൊണ്ട് തന്നെ അഴിമുഖത്ത് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവിടെ പോയി നോക്കിയിട്ട് വരാം. പല ഷേപ്സിലായിട്ട് ലൈറ്റ്സ് എല്ലാം അലങ്കരിച്ചിരുന്നു. അപ്പോൾ അതിന് മുന്നിൽ നിന്നിട്ട് റിച്ചുവിന് ഫോട്ടോ എടുക്കുകയാണ്. എല്ലാം തന്നെ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. ഒരു ദീപത്തിൻ്റെ ഷേപ്പ് പോലെ ലൈറ്റ്സ് അലങ്കരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കാണാനായിട്ട്. വന്നപ്പോൾ മുതൽ റൈഡ്സിലും മറ്റും കളിക്കണമെന്ന് റിച്ചു പറഞ്ഞിരുന്നു. അവനെയും കൊണ്ട് പലയിടത്ത് പോയിട്ടുണ്ടെങ്കിൽ അവൻ ഇന്നേ വരെ റൈഡ്സിലും മറ്റും കയറിയിട്ടുണ്ടായിരുന്നില്ല, പേടി കാരണം. അതുകൊണ്ട് തന്നെ നീ കയറുമോ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു ഞങ്ങൾ കൊണ്ടുപോയിരുന്നത്. കയറുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അകത്തേക്കൊക്കെ കയറി. അതിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവന് പേടിയായി. അവൻ ഒന്നിലും കയറിയില്ല. അവന് വെറുതെ ഇതെല്ലാം നോക്കി കാണുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ മെയിൻ ഗേറ്റ് കടന്ന് ഫ്രണ്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മളവിടെ പടിഞ്ഞാറക്കര ലൈറ്റ് ഷോ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാമായിരുന്നു. വളരെ നല്ലൊരു ആംബിയൻസ് തന്നെയായിരുന്നു അത്. കാളവണ്ടിയുടെ രൂപത്തിൽ അവിടെ ലൈറ്റ്സ് അലങ്കരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. അത് കാണാൻ തന്നെ വളരെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുമാത്രമല്ല എല്ലായിടത്തും ലൈറ്റ്സ് അലങ്കരിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ആ ഭാഗത്തായിട്ട് ഗാനമേളയുടെ ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അവിടെ നിന്ന് കോഫിയും സമൂസയൊക്കെ കഴിച്ചു. റിച്ചുവിന് കോഫിയും ടീയൊന്നും ഇഷ്ടമില്ലാത്ത കാരണം നമ്മൾ മിനറൽ വാട്ടർ വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ലൈറ്റ് ഷോ ഒക്കെ കണ്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ നേരം അവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്ക് ടാറ്റ, ബൈ ബൈ.